അങ്ങനെ ഇപ്പോൾ തൻ്റെ നേർക്ക് ഡോക്ടർ ഡൂം അയച്ച മിസൈൽ ദേഹത്ത് കൊള്ളാതെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പൈഡർമാൻ. തന്നെ മാത്രം ലക്ഷ്യമാക്കി വരുന്ന മിസൈലിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാതെ പേടിച്ചു നിൽക്കുന്ന സ്പൈഡർമാനെ രക്ഷിക്കുവാനായി അവിടെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക സ്പൈഡർമാൻ്റെ ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്ന് ആ മിസൈലിനെ ആ ബൈക്ക് കൊണ്ട് അടിച്ചു തെറിപ്പിച്ചതും അപ്പോൾ തന്നെ ആ മിസൈൽ പൊട്ടിത്തെറിച്ച് ഇല്ലാതെയാവുകയാണ്. അങ്ങനെ ഇപ്പോൾ തൻ്റെ ജീവൻ രക്ഷിച്ച ക്യാപ്റ്റൻ അമേരിക്കയോട് സ്പൈഡർമാൻ നന്ദി പറഞ്ഞതും നീ ആ ഹെലിക്കാരിയറിൽ നിന്നും തൻ്റെ ഷീൽഡ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് താൻ അറിഞ്ഞുവെന്നും എവിടെയാണ് തൻ്റെ ഷീൽഡ് ഇപ്പോൾ ഉള്ളതെന്ന് ക്യാപ്റ്റൻ അമേരിക്ക സ്പൈഡർമാനോട് ചോദിച്ചതും ഷീൽഡ് ഇപ്പോൾ ഡൂമിൻ്റെ കയ്യിലാണെന്ന കാര്യം സ്പൈഡർമാൻ ക്യാപ്റ്റൻ അമേരിക്കയോട് പറയുകയാണ്. അപ്പോൾ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക സ്പൈഡർമാനെയും കൂട്ടിക്കൊണ്ട് ആ ഷീൽഡ് ഡോക്ടർ ഡൂമിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുവാനായി ഡൂം കാണാതെ പുള്ളിക്കാരൻ്റെ വീടിൻ്റെ മതിൽ സ്പൈഡർമാനും ക്യാപ്റ്റൻ അമേരിക്കയും ചാടുകയാണ്. മാത്രമല്ല നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയാണെങ്കിൽ തൻ്റെ ആ ഷീൽഡ് അഡമാൻറ്റിയം കൊണ്ടും വൈബ്രേനിയം കൊണ്ടും ഉണ്ടാക്കിയതാണെന്നും അതുകൊണ്ട് തന്നെ ഡോക്ടർ ഡൂം എന്തെങ്കിലും പരീക്ഷണം ആ ഷീൽഡിൽ നടത്തി തൻ്റെ ഷീൽഡിനെ ചിലപ്പോൾ എന്തെങ്കിലും അപകടം പിടിച്ച വെപ്പൺസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്യൂട്ടോ അഥവാ ആർമറാക്കി ഡോക്ടർ ഡൂം മാറ്റുമെന്ന് ക്യാപ്റ്റൻ അമേരിക്ക സ്പൈഡർമാനോട് പറയുകയാണ്.